So next നമുക്കിനി types of layers നോക്കാം. So first we have input layer, then we have hidden layer, then we have output layer. So in detail ആയിട്ട് നോക്കാം. First input layer. So as the name suggests എന്താണ് ഇൻപുട്ട് കിട്ടുന്ന ലെയർ. ഈ ലെയറിലാണ് എക്സ്റ്റേണൽ സോഴ്സിൽ നിന്ന് റോ ഡേറ്റയെ റിസീവ് ചെയ്യുന്നത്. ഓരോ ഫീച്ചറിനും ഓരോ ന്യൂറോൺ വേണം. ഈ ലെയറിൽ computations or calculations നടക്കുന്നില്ല. It simply forwards data to the next layer. Next, hidden layer. ഈ ലെയർ ആണ് ഇൻപുട്ട് ലെയറിൻ്റെയും ഔട്ട്പുട്ട് ലെയറിൻ്റെയും ഇടക്ക് ഉള്ള ലെയർ. ഇവിടെയാണ് നമ്മുടെ ഇൻപുട്ട് ഡേറ്റയിൽ നിന്ന് പാറ്റേൺസും ഫീച്ചേഴ്സും റിലേഷൻഷിപ്സും എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്നത്. കുറേ ടൈപ്സ് ഹിഡൻ ലെയേഴ്സ് ഉണ്ട്. കോൺവല്യൂഷണൽ ലെയേഴ്സ്, പൂളിംഗ് ലെയേഴ്സ്, ടെൻസ് ലെയേഴ്സ്, വേറെയും കുറേ ടൈപ്പുകളുണ്ട്. സോ ഇവിടെ കുറേ ട്രാൻസ്ഫോർമേഷൻസ് നടക്കും. ലൈക്ക് വെയ്റ്റഡ് സംസ്, ബയസസ്, ആക്ടിവേഷൻ ഫങ്ഷൻസ്, ഈ വകയുള്ള ട്രാൻസ്ഫോർമേഷൻസ് എല്ലാം നമ്മുടെ ഇൻപുട്ട് ഡേറ്റയിലോട്ട് അപ്ലൈ ചെയ്യും. സോ നെക്സ്റ്റ് ഔട്ട്പുട്ട് ലെയർ. അഗെയിൻ ആസ് ദ നെയിം സജസ്റ്റ് നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്ന ലെയർ. സോ ഇവിടെയാണ് നമ്മൾ ഇതിനു മുന്നേ ലേൺ ചെയ്തിരിക്കുന്ന ഫീച്ചേഴ്സ് എല്ലാം പ്രഡിക്ഷൻസിലോട്ട് കൺവേർട്ട് ചെയ്യുന്നത്. ആൻഡ് ഇറ്റ് പ്രൊഡ്യൂസസ് ദ ഫൈനൽ ഔട്ട്പുട്ട് ഓഫ് ദ നെറ്റ്വർക്ക്. അപ്പം ടാസ്ക് അനുസരിച്ച് ഔട്ട്പുട്ട് ലെയറിൽ വരുന്ന നമ്പർ ഓഫ് ന്യൂറോണിന് വ്യത്യാസം ഉണ്ടാവും. സോ റിഗ്രഷൻ ആണെങ്കിൽ ഇറ്റ് വിൽ ബി 1 ന്യൂറോൺ. ബൈനറി ക്ലാസിഫിക്കേഷൻ ആണെങ്കിൽ ഇറ്റ് വിൽ ബി 1 ന്യൂറോൺ. മൾട്ടി ക്ലാസ് ക്ലാസിഫിക്കേഷൻ ആണെങ്കിൽ ഓരോ ക്ലാസ്സിനും ഓരോ ന്യൂറോൺ വരും. സോ ഇഫ് ഇറ്റ്സ് എ 3-class classification, there has to be 3 neurons in this layer. So next, types of hidden layers. So we have learnable layers and non-learnable layers. As the name suggests, learnable layers ആണ് എന്ത് പാരാമീറ്റേഴ്സ് പഠിച്ചെടുക്കുന്ന layers. So model has to learn some parameters in deep learning.